ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 1-2 ചേരുവകൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നല്ല ചൂട് കുത്തരി ചോറിൻ്റെ ഒപ്പം ശരിക്കും ഈ ഒരു ചമ്മന്തി മാത്രം മതി കഴിക്കാനായിട്ട്. കൂടെ ഒരു ഉപ്പേരിയും പപ്പടം വറുത്തും ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരവിയതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം നല്ല പോലെ ചൂടാക്കി എടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകരുത്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടും. ഇപ്പോൾ ഇതാ തേങ്ങയെല്ലാം നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ 2 പപ്പടം വറുത്തെടുക്കണം. ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ 2 പപ്പടവും നമ്മൾക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പപ്പടം വറുത്തെടുക്കാം. 2 പപ്പടമാണ് നമ്മൾക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളത്. ഇനി തീ നന്നായി കുറച്ച് വയ്ക്കാം. നല്ല ചൂടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് വറ്റൽമുളകാണ്. അതിൻ്റെ തണ്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 10 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള ഉണക്കമുളകാണ്. ഇനി ചമ്മന്തിക്ക് നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഉണക്കമുളക് എടുക്കാം. അരയ്ക്കുന്ന സമയത്ത് എല്ലാ ഉണക്കമുളകും ഇട്ട് കൊടുക്കാതെ ആദ്യമേ തന്നെ കുറച്ചിട്ട് കൊടുത്തിട്ട് അരയ്ക്കുക. അതിനുശേഷം എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. 1 പിടി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നല്ലപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് എണ്ണയൊക്കെ നല്ല ചൂടുണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം വാളൻപുളിയാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വരും. ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ടായിരിക്കും. ഞാൻ ഈ എണ്ണ ഉപ്പേരി ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ പപ്പടം വറക്കുമ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് വറുത്താൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ തീരെ വേസ്റ്റ് ആവത്തില്ല. പപ്പടം ചെറുതാക്കി അരിഞ്ഞ് വറുത്തതിന് ശേഷം ബാക്കി എണ്ണയിലേക്ക് നമ്മൾക്ക് ഉള്ളിയും മറ്റുള്ള ചേരുവകളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ പിന്നെ ഒട്ടും ബാക്കി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില നല്ല പോലെ മുരിഞ്ഞ് വരുന്നവരെ ഇത് ഇളക്കി കൊടുക്കാം. കറിവേപ്പില പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഒരുപാട് സമയം എടുക്കത്തില്ല. ഇപ്പോൾ ഇതാ കറിവേപ്പിലെല്ലാം നല്ല പോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി ഇതെല്ലാം കൂടെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള എണ്ണ ഞാനിവിടെ ഉപ്പേരി മുളകിടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അത് ചൂടോടെ തന്നെ എടുക്കണം. ചൂടാറിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചൂടാക്കി അങ്ങനെ യൂസ് ചെയ്യരുത്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജാറോ വലിയ ജാറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചില മിക്സിയിൽ ചെറിയ ജാറിലിട്ടാലാണ് നന്നായി അരഞ്ഞു കിട്ടുക. വലിയ ജാറിലിട്ടാൽ അത്രയും അരഞ്ഞു കിട്ടത്തില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂടിയിട്ടുള്ള ആ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. ആദ്യമേ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എരിവ് നോക്കിയിട്ട് പിന്നീട് അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിനകത്ത് പപ്പടം ചേർക്കുന്നുണ്ട്. പപ്പടത്തിനകത്ത് ഉപ്പുണ്ടായിരിക്കും. അപ്പം അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുക്കാം. വെള്ളം തീരെ ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്നാക്കി കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് ഇത് നല്ല പോലെ അരഞ്ഞു കിട്ടുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ച പപ്പടം കൂടെ ചേർക്കാനുണ്ട്. ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് പപ്പടവും കൂടി ഇട്ട് കൊടുക്കാം. പപ്പടം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. 2 പപ്പടവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ അരച്ചെടുക്കുക. സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ മിക്സി പുറത്തെടുത്തതിന് ശേഷമാണ് കൈവച്ചിട്ടാക്കുന്നത്. പപ്പടം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഈ സമയത്ത് ഉപ്പും മുളകും എല്ലാം ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റിയതിന് ശേഷം നമ്മൾക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണിത്. ചൂട് ചോറിൻ്റെയൊക്കെ ഒപ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ ഒപ്പവും കപ്പയുടെ ഒപ്പവും ഒക്കെയും ഇത് നല്ല കോമ്പിനേഷനാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്